എന്നോട് രാവിലെ തന്നെ കിളികളുടെ കളകളാ സൗണ്ടൊക്കെ ഇട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അതാ രണ്ടാൾക്കാർ അച്ഛൻ്റെ മടിയിൽ ഇളിച്ച് കുത്തിരിക്കുന്നു കേട്ടോ. ഇത് പൊടി പണിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവൾക്കൊരു ചാറ്റ് എടുക്കാൻ വേണ്ടി രണ്ടാളും തയ്യാറെടുത്തൊക്കെ ഇരിക്കട്ടോ. അപ്പോൾ അങ്ങനെ അവളങ്ങ് പോയി. പിന്നെ ഈ സംഭവത്തിന് അതായത് നിത്തുവിന് ഇതിന് ഭയങ്കര പേടിയുണ്ട് വന്നപാട്. ഇപ്പം ആണെങ്കിൽ അതിനൊരു പേടിയില്ല, കഴുത്ത് നെരിച്ച് ഓടിക്കലാട്ടോ പണി. പിന്നെ ഈ ഒരു ഇരിപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത ആൾ വീട്ടിൽ നിന്ന് പണിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ടാറ്റു കൊടുത്തൽ മത്സരത്തിൽ കണ്ണേട്ടൻ പണിക്കും അതിൻ്റെ ഇടയിൽ കൂടെ രണ്ടാളെ ഉമ്മ വെച്ച് ടാറ്റും പറഞ്ഞ് പോവുക കേട്ടോ. ഇതാര് ഫസ്റ്റ് ഞാൻ ടാറ്റു കൊടുക്കും എന്നുള്ള രീതിയിലാട്ടോ രണ്ടാളെ ടാറ്റ കണ്ടുപോകും. പിന്നെ ഒരു യുദ്ധമാണ് വീട്ടിൽ നടക്കുക. എന്താ വെച്ചാൽ ഈറ്റലേക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ടാസ്ക് വേറെ അല്ല. അച്ഛനും അമ്മയും കൂടി എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എല്ലാ കാക്കേനും പൂച്ചനും ഇല്ലാത്ത ജീവിനൊക്കെ കാണിച്ചു കൊടുത്താലേ രണ്ട് വായ അങ്ങോട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇവരെ എങ്ങനെയൊക്കെയോ കുളിപ്പിച്ച് ഉറക്കി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ പണിക്ക് അങ്ങോട്ട് ഇറങ്ങി. അതായത് അച്ഛന് ചെറിയൊരു കൃഷിത്തോട്ടത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ചുറ്റുവട്ടമൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ അതിൽ വഴുതന പറിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ കാബേജും കോളിഫ്ലവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ വിളക്കൊക്കെ തേച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഒരു തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങോട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചുളിവ് പറിച്ച് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലുണ്ടാകുന്ന തക്കാളിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പിന്നെ നമ്മൾ ഒരു സ്റ്റാർ ഫ്രൂട്ട് കൊടുത്തു കേട്ടോ. അത് നല്ല മധുരം ഉണ്ടായിരുന്നു. ചിലതിന് ഭയങ്കര പുളി, പക്ഷേ ഇത് നല്ല മധുരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവർ എണീച്ച് കഴിഞ്ഞാൽ അടുത്ത ഇതിലുള്ള ഫുഡ് കൊടുക്കൽ പരിപാടി തന്നെയായിരുന്നു കേട്ടോ. അതെങ്ങനെയൊക്കെയോ ഫുഡ് കൊടുത്ത് പിന്നെ നമ്മളെ വീട്ടിലേക്ക് വേല വന്നു. വേലേൻ്റെ മുന്നോടിയായിട്ട് നമ്മളെ വീട്ടിൽ ഇങ്ങനെ ചെണ്ടക്കോട്ടോ കാര്യങ്ങളൊക്കെ വരും. പിറ്റേ ദിവസം വേലയോട്ടോ, അതായത് വയരങ്ങോട് വേല. പിന്നെ ഞാനൊരു ഇടിയപ്പം കൊണ്ട് തട്ടിക്കൂട്ടി സാധനം ഉണ്ടാക്കിയിട്ട് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്.